ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ലിയോൻ്റെ റൂമിലോട്ട് ലിയോയെ ഷിഫ്റ്റ് ചെയ്യുവാണ് കേട്ടോ. അപ്പം ലിയോയ്ക്ക് ഫസ്റ്റ് ഞങ്ങൾ ഫുഡാണ് കൊടുക്കുന്നത്. ഫുഡ് കൊടുത്തപ്പോൾ എൻ്റെ മോനെ ഫുഡ് മേളിലോട്ട് കൊണ്ടുപോകാനും സമ്മതിക്കുന്നില്ല. ഫുഡാണെങ്കിൽ ഒരു ഇതാക്കി അവനാളെ സമ്മതിക്കുന്നില്ല നമ്മൾ. എന്നിട്ടാണേൽ ഞാൻ എങ്ങനെയൊക്കെയോ മൂളിക്കൊണ്ടുപോയി. അന്നേരമാണ് ഞാനൊരു കാര്യം ഓർക്കുന്നത് ഗൈസ്. ഇവിടെ മുകളിലെത്തിയപ്പോഴാണ് മുകളിൽ ഫുഡ് ഇരിപ്പുണ്ടായിരുന്നു. പാത്രമായിട്ട് മുകളിൽ പോയാൽ മതിയായിരുന്നു എന്നെനിക്ക് തോന്നിയത്. എന്തായാലും പിന്നെ താഴേന്ന് ഞാൻ ഫുഡൊക്കെ എടുത്തുകൊണ്ടൊക്കെ പോയി. എൻ്റെ പുറയിൽ ഓടിത്തുള്ളി ചാടി വരികയാണ് കേട്ടോ ഈ ലിയോ. കണ്ട ഓടുന്ന ഭയങ്കര സ്പീഡിലാണ് ഓടുന്നത്. അവിടെ എത്തുമ്പോഴത്തേക്കും ഒരു സ്റ്റക്കി നിൽക്കും. ഞാൻ പുറയിൽ നിന്നും ഞാൻ വരുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ അവിടെ ഒരു സ്റ്റക്നെസ് കാണിച്ചതിന് ശേഷം കുറച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ടെക്ക് ഇവിടെ തന്നെ വരും. പിന്നെ നമ്മൾ ഫുഡൊക്കെ എന്തായാലും ഫുഡൊക്കെ ഇട്ട് കൊടുത്തില്ലേ പറ്റും. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ ഇട്ട് കൊടുക്കാനുള്ള ശ്രമമായിരുന്നു. അതാണ് നിങ്ങളവിടെ കാണുന്നത്. ഫുഡ് ഇട്ട് കൊടുക്കാൻ സമ്മതിക്കുന്നതേ ഇല്ല ഗായ്സ്. എങ്ങനെയൊക്കെയോ ഞാനാണെങ്കിൽ ആ ഫുഡ് അന്ന് കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഈ ലിയോ ആണെങ്കിലും എവിടുന്നും ഒരു തരത്തിലില്ല. പാത്രം തുറക്കുമ്പോഴത്തേക്കും വന്ന് ഇതിനകത്ത് എൻ്റെ കൈ കടിക്കാൻ പോയ കേസതായിരുന്നു. ഞാൻ പെട്ടെന്ന് കൈ പറ്റിയത്. പിന്നെ ഞാൻ കുറച്ച് ഫുഡൊക്കെ എടുക്കാൻ നോക്കിയിട്ട് ഫുഡ് നമ്മൾ പാത്രത്തിൽ ഇരിക്കുന്ന ഫുഡ് എടുത്ത് തിന്നാൻ പോകുന്നത്. അത് വിശപ്പുണ്ടായിരുന്നായിരിക്കും, അതായിരിക്കാം. പിന്നെ ഇവക്ക് ഞാൻ പിന്നെ അവിടെ അറ്റത്തോട്ടായിട്ട് ഇച്ചിരി ഇട്ട് കൊടുത്തായിരുന്നു. ആദ്യം കണ്ടില്ല, പിന്നെ ഞാൻ ഒരെണ്ണം ഇട്ട് കൊടുത്തു. അന്നേരം കണ്ടു. പിന്നെ ഞാൻ അന്നേരം തന്നെ പാത്രത്തിലോട്ട് ഇടുന്നു. പാത്രത്തിൻ്റെ ശബ്ദം കേട്ടപ്പോഴേ ആൾ ഓടി വന്ന് തിന്നാൻ തുടങ്ങി. പിന്നെ എനിക്ക് സമയം കിട്ടില്ല. പിന്നെ ഞാൻ വിചാരിച്ചു പിന്നെ കുറച്ച് ഫുഡ് തിന്നോട്ടെ എന്ന് വിചാരിച്ച് കുറച്ചും കൂടി ഇട്ട് കൊടുത്തു. അന്ന് ഞാൻ അടിച്ചതിന് ശേഷം ഞങ്ങൾ മുകളിലോട്ടാണ് ഗൈസ് പോയത്. ഭയങ്കര വളരെ മുഖത്തെ എക്സ്പ്രഷൻ കണ്ടിട്ട് നിങ്ങളൊന്നും വിചാരിക്കരുത്. പിന്നെ ഞാൻ അവനെയും എടുത്തുകൊണ്ട്, പിന്നെ അവനെ എടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഫുഡുമായിട്ട് പോകുന്നത് കാണുമ്പോഴേ അവൻ ഓടി എൻ്റെ പുറകെ വരും. കണ്ട ഭയങ്കര സ്പീഡാണ്. എന്നാൽ ഞാൻ ഉണ്ടോ എന്നറിയാൻ വേണ്ടി അവൻ പുറയിൽ എപ്പോഴും നോക്കും. അങ്ങനെ നമ്മൾ മുകളിലോട്ട് അങ്ങനെ കയറുന്നുണ്ട് കേട്ടോ. കയറുന്നുണ്ട്. അന്നൊരുതുണ്ട്. ഈ ലിയോ ആണെങ്കിലും ഒരു തരത്തിൽ സമ്മതിക്കത്തില്ല ഫുഡ് വരയ്ക്കകത്തോട്ട് കയറ്റാം. പിന്നെ പെര അടച്ചിട്ടിരുന്നായിരുന്നു ഞാൻ ഫുഡ് കൊടുക്കാമെന്ന് വെച്ചാൽ. അപ്പോൾ നമ്മുടെ ലിയോയ്ക്ക് കൂടൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നല്ല. എൻ്റെ അപ്പച്ചിയുടെ വീട്ടിൽ ഒരെണ്ണം ഉണ്ടായിരുന്നു. അവിടെ ഒരു പൂച്ചേട്ടൻ അത് ചത്തുപോയ കേട്ടോ. അപ്പം അതിൻ്റെ കൂടും എടുത്തുകൊണ്ടാണ് നമ്മൾ വന്നത്. നല്ല അത്യാവശ്യം നല്ല വലിപ്പമുള്ള കൂടാണ്. നമ്മളിപ്പോൾ ഇട്ടില്ല. നമ്മൾ താൽക്കാലികമായിട്ട് റൂമിൽ തന്നെ ഇന്നൊരു ദിവസത്തേക്ക് കിടത്താമെന്ന് വിചാരിച്ചു. വെള്ളം കൊള്ളത്തില്ലായിരുന്നു. പിന്നെ ഞാൻ വെള്ളമൊക്കെ കൊണ്ടുപോയി മാറ്റിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോഴായിരുന്നു ഞാൻ ആ ഫുഡ് കാണുന്നത് ഗായ്സ്. താഴേന്ന് എത്ര കഷ്ടപ്പെട്ട് ഞാൻ എടുത്തുകൊണ്ട് വന്നതെന്നറിയില്ല. ഈ ഒരു തരത്തിന് സമയത്ത് ഓടി വരുന്നുണ്ട്. അവർക്ക് നല്ല വിശപ്പുണ്ടായിരുന്നെന്ന് തോന്നുന്നു. പിന്നെ ഇത് മറ്റേ ഹിമാലയൻ ക്യാറ്റ് ആയതുകൊണ്ട് തന്നെ ഇതിന് നല്ല തണുപ്പ് വേണം കേട്ടോ. അതാണ് ഏറ്റവും വലിയ എളുപ്പം. പിന്നെ അതേപോലെ എന്നും നിങ്ങളുടെ മുടിക്ക് ഈരി കൊടുക്കണം. എന്തായാലും ശരി. ലിയോയൊക്കെ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. ലിയോ ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. നല്ല ഫുഡ് കഴിപ്പാണ് കേട്ടോ. പിന്നെ ഈ സമയം കൊണ്ട് ഞാൻ പോയിട്ട് മീന് ഫുഡ് കൊടുത്തു. അതിന് ശേഷം മീന് ഫുഡ് കൊടുക്കും. ഈ വെള്ളം മാറ്റുന്നതിൻ്റെ ഇടയ്ക്കുന്നായിരുന്നു ഞാൻ ഫുഡൊക്കെ കൊടുത്തിട്ട് വന്ന്. അതിന് ശേഷമായിരുന്നു ഞാൻ വെള്ളം മാറ്റിക്കൊണ്ടുവന്ന് ഇനി കൊടുത്തത്. അങ്ങനെ വെള്ളത്തിന് മൈൻഡ് ചെയ്യത്തില്ല. ഇതുണ്ടല്ലോ മഴവെള്ളം ഉണ്ടല്ലോ, മഴവെള്ളമാണെങ്കിൽ ഈ നമ്മുടെ എന്താ പറയുക, കിട്ടുന്നില്ലല്ലോ എന്തായിരുന്നു സാധനം, മഴവെള്ളമാണ് ഇത് കുടിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ വീഡിയോ. അപ്പോൾ ബൈ.